നമ്മുടെ HTML സീരീസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബേസിക് വെബ്സൈറ്റ് ഉണ്ടാക്കി നോക്കാം, വെറും HTML യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ CSS ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സ്റ്റൈലിങ്, ഇൻലൈൻ സ്റ്റൈലിങ് കുറച്ച് ചെയ്യും, ആ കളേഴ്സ് മാറ്റാൻ മാത്രം, ബാക്കിയൊന്നും യൂസ് ചെയ്യുന്നില്ല. CSS സീരീസ് നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ CSSനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിൽ നോക്കാം, സ്റ്റൈലിങ്ങിനെ കുറിച്ചിട്ടൊക്കെ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഒന്നുണ്ടാക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ H1 ടാഗ് നോക്കിയിരുന്നു. H1 ടാഗ് ഹെഡിങ് ടാഗ്. അപ്പോൾ ഹെഡിങ് ടാഗിനുള്ളിൽ നമ്മളിപ്പോൾ മൈ ഫസ്റ്റ് വെബ്സൈറ്റ്, നമ്മുടെ ആദ്യത്തെ വെബ്സൈറ്റ് H1 കൊടുത്തു. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ റൺ ചെയ്യണം. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ, നമ്മൾ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു എക്സ്റ്റൻഷൻസിൽ. അപ്പോൾ അത് യൂസ് ചെയ്യാം നമുക്ക്. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ, അപ്പോൾ അത് ബ്രൗസറിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ അത് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ഇവിടെ കാണാം, ഹെഡിങ് ടാഗത്തെ ഹെഡിങ് ഇവിടെ കാണാം, മൈ ഫസ്റ്റ് വെബ്സൈറ്റ്. നമുക്ക് ടൈറ്റിലിനുള്ളിലും അങ്ങനെ കൊടുക്കാം, മൈ വെബ്സൈറ്റ് എന്നോ അല്ലാതെ നിങ്ങളുടെ പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാരഗ്രാഫ് ടാഗ് കൊടുക്കാം. പാരഗ്രാഫ് ടാഗിനുള്ളിൽ ദിസ് ഈസ് എ ബേസിക് വെബ്സൈറ്റ് വിത്ത് HTML ഓൺലി. അപ്പോൾ പാരഗ്രാഫ് ടാഗ് അടിയിൽ ചെറുതായിട്ട് പാരഗ്രാഫ് രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഫോം ഉണ്ടാക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഫോം ഉണ്ടാക്കാൻ ഒരു ഫോം ടാഗ് വെച്ചിട്ടുണ്ട്. ഫോം ടാഗിൻ്റെ ഉള്ളിൽ നമുക്കൊരു യൂസർ നെയിം ഇൻപുട്ട് ചെയ്യാൻ ഒരു ഫീൽഡ്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ ഇത് റിക്വയർഡ് കൊടുക്കാം നമുക്ക്. അപ്പോൾ സബ്മിറ്റ് ചെയ്യണതിന് മുന്നേ ഇതിലെല്ലാം വാല്യൂസ് ഇല്ലെന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഇത് നമുക്ക് യൂസർ നെയിം ആണ്. അപ്പോൾ ഇതിനൊരു ലേബൽ കൊടുക്കാം, ലേബൽ യൂസർ നെയിം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ യൂസർ നെയിം എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ആട്രിബ്യൂട്ട് കൂടി ഉണ്ട്, പ്ലേസ് ഹോൾഡർ. അത് ഞാൻ പറയാൻ വിട്ടുപോയി വീഡിയോസിൽ. അപ്പോൾ പ്ലേസ് ഹോൾഡർ ഈക്വൽ ടു ഇപ്പോൾ യൂസർ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ യൂസർ നെയിം കാണിക്കും. അപ്പോൾ നമുക്ക് ഈ ലേബൽ കൊടുക്കണം എന്നില്ല, പക്ഷേ ഇപ്പോൾ നമുക്കിതിൽ കൊടുക്കാം. നമ്മൾ അത് ചെയ്തു. ഇനി ഒരു പാസ്വേഡ്, ലേബൽ പാസ്വേഡിന് നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ്, പ്ലേസ് ഹോൾഡർ ഈക്വൽ ടു പാസ്വേഡ്. അത് റിക്വയർഡ് ആണ്, റിക്വയർഡ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സബ്മിറ്റ് ബട്ടനാണ് ഈ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, അതിനുള്ളിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ടെക്സ്റ്റ് വാല്യൂ ഈക്വൽ ടു നമ്മൾ സബ്മിറ്റ് എന്ന് തന്നെ കൊടുക്കാം. സബ്മിറ്റ് എന്ന് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ബേസിക് ഫോം ഇവിടെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ളിൽ ഒരു സെലക്ട് ടാഗ് കൂടി കൊടുക്കാം. സെലക്ട് ടാഗ് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ജെൻഡർ സെലക്ട് ചെയ്യാനുള്ളതാണെന്ന് വെക്കുക. അപ്പോൾ ജെൻഡർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ, അപ്പോൾ അതിൻ്റെ വാല്യൂ ഈക്വൽ ടു മെയിൽ കൊടുക്കുകയാണ്. ആ ഓപ്ഷൻ ടാഗ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് മെയിൽ എന്ന് കൊടുക്കുക. ഇനി അതേപോലെ ഫീമെയിലിനും. ഇപ്പോൾ ഈ ലൈൻ ഇതേമാതിരി കോപ്പി ചെയ്യാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഓൾട്ട് ആൻഡ് ഡൗൺ ആരോ കീ അങ്ങനെ ചെയ്താൽ നമ്മൾ കേഴ്സർ വെച്ചിട്ടുള്ള ലൈന് അടിയിൽ കോപ്പി ആവും. അപ്പോൾ അത് ഫീമെയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിതും വന്നു. ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കാം. അതായത് ഇതൊന്ന് അടിയിലേക്ക്
അടിയിലാക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബി ആർ ടാഗ് പഠിച്ചിരുന്നു. ബി ആർ ടാഗ് ബ്രേക്ക് കൊടുക്കാനാണ്. അപ്പോൾ ബി ആർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും കഴിഞ്ഞ ഒരു ബ്രേക്ക് വരും. അതായത് ആ ലൈന് ബ്രേക്ക് ചെയ്യും, പിന്നെ നെക്സ്റ്റ് ലൈനിലായിരിക്കും അടുത്ത ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഒക്കെ നെക്സ്റ്റ് ലൈനിലാണ് ഡിസ്പ്ലേ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ബ്രേക്ക് കൊടുക്കാം. ഇത് 2 കൊടുത്ത് ഒന്നുകൂടി വൃത്തിയുണ്ടാവും. 2 ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ലേബലിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫോം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സബ്മിറ്റ് കൊടുത്താൽ ഇത് സബ്മിറ്റ് ആവില്ല. അതായത് നമ്മൾ ഇതിനുള്ളിൽ വാല്യൂസ് കൊടുക്കേണ്ടി വരും, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ വലിയ മേനൊന്നുമില്ല, എന്നാലും നമ്മളിപ്പോൾ ജസ്റ്റ് HTML ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പി ടാഗ് കഴിഞ്ഞിട്ട് HR ടാഗ് കൊടുക്കാം. അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈന് ഡിവിഷൻ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഈ ഫോം കഴിഞ്ഞിട്ടും വേണമെങ്കിൽ ഒരു HR ടാഗ് കൊടുക്കാം. HR. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഇമേജ് ടാഗ് ചെയ്ത് നോക്കാം. ഇമേജ് SRC ഈക്വൽ ടു, ഇപ്പോൾ നമ്മുടെ ഈ ഫോൾഡറിൽ തന്നെയാണെങ്കിൽ ./profile png. അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇമേജ് നല്ല വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കാൻ ഹൈറ്റ് ഈക്വൽ ടു 200, വിഡ്ത്ത് ഈക്വൽ ടു 250 എന്തെങ്കിലും കൊടുക്കാം. സേവ് ചെയ്ത ഇപ്പോൾ അത്യാവശ്യം എളുപ്പത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ HTML ബേസിക്കായിട്ട് പഠിച്ചത്. ഇനി നമുക്ക് അധികം യൂസേജ് ഒന്നും വരാത്തൊരു ടാഗ് ഉണ്ട്. അത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. സെൻറ്റർ പറഞ്ഞൊരു ടാഗ്. നമ്മൾ CSS ഒക്കെ പഠിച്ചാൽ ഇത് യൂസ് ചെയ്യൊന്നുമില്ല. സെൻറ്റർ ജസ്റ്റ് സെൻറ്റർ ചെയ്യാനുള്ള ഒരു ടാഗാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറൊന്നുമില്ല. CSS ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ സെൻറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ HTML കഴിഞ്ഞു. ഇനി CSS പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഓൺ വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതായത് പ്രൊഫഷണൽ വെബ്സൈറ്റ്സ് പോലുള്ള ലെവലിലേക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് CSS സ്കിൽസ് കൂടി വരും. അപ്പോൾ നമുക്ക് അടിപൊളി വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ പറ്റും. അതായത് വർക്ക്സ് ഒക്കെ കിട്ടും. HTML CSS വെച്ച് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ, ഫുള്ളി ഫങ്ഷണൽ വെബ്സൈറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി CSS സീരീസിൽ കാണാം.